അപ്പം നമ്മൾ ഇന്ന് പുതിയൊരു വേൾഡായിട്ടാണ് നയിക്കുന്നത്. ഇത് ഞാൻ ഡ്രാഗനെ കൊന്നിരിക്കും. കാരണം ഞാൻ എൻ്റെ ഹാർഡ് കോർ വേൾഡ് ഞാൻ അപ്ലോഡ് ചെയ്തില്ലായിരുന്നു സെക്കൻഡ് ഇത് കാരണത്തിന് ഒരു പ്രശ്നം ഉണ്ടായി. ഞാനാണെങ്കിൽ മറ്റേ അയൺ ആർമർ ആവുമെന്ന് നിങ്ങളത്തൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ല. പക്ഷേ അയൺ ഞാൻ 20 ഒളിപ്പിച്ച് വീട്ടിലിരിക്കുന്നത് കൂടി കൂട്ടിയാണ് 20. ബട്ട് ഞാൻ പിന്നെയും കുറച്ചുകൂടി ആളുണ്ടാക്കാൻ വേണ്ടി കേവിലോട്ട് ഇറങ്ങിച്ചെന്ന്. സ്കെലട്ടനല്ല, ഒരു സോംബി പുറകിൽ നിന്ന് വന്ന് അടിച്ച് താഴോട്ടിട്ട്. അങ്ങനെ ഹാർഡ് കോർ വേൾഡ് പോയതുകൊണ്ടാണ് ഞാൻ ആ ഒരു എപ്പിസോഡ് ഇടാത്തത്. ഓക്കെ, അപ്പം നിങ്ങൾ അതൊക്കെ വിട്ടിട്ട് ഈ പുതിയൊരു എപ്പിസോഡാണ്. ഇതിൽ ഞാൻ ഡ്രാഗനെയും കൊല്ലും, വാർഡനെയും കൊല്ലും. ഓക്കെ, അപ്പം ഞാൻ നേരെ വീഡിയോയിലോട്ടേക്ക് നമുക്ക് കടക്കാം. എൻ്റെ ഫസ്റ്റ് വുഡ് ഞാൻ പൊട്ടിച്ച്, സെക്കൻഡ് വുഡ് ഞാൻ പൊട്ടിച്ച്. അപ്പം വീഡിയോ സബ്സ്ക്രൈബ് ലൈക്കൊന്നും ചെയ്യാത്ത എല്ലാവരും ചെയ്യണം. ഓക്കെ, എനിക്ക് ചെറിയ ജലദോഷമൊക്കെ ഉണ്ടായിരുന്നു. ഓക്കെ, നമുക്കിത് പൊട്ടിച്ചെടുക്കാം. ഓക്കെ, ഇവിടെ നിന്ന് ആറെണ്ണം കിട്ടി. നമുക്കിതിലൊന്ന് പ്ലാൻസിലോട്ട് കൺവേർട്ട് ചെയ്യാം. ഒരു ക്രാഫ്റ്റിംഗ് ടേബിള്, 4 ക്രാഫ്റ്റിംഗ് ടേബിൾ ഇവിടെ വയ്ക്കാം. ഇനി നമുക്കൊരു പിക്കാക്സ് ഇത് ഇവിടെ നിന്ന് പൊട്ടിച്ചെടുക്കാം. ഇതിന്റെ നമുക്ക് കിട്ടിയാൽ ഓക്കെയാണ്. ഓക്കെ, ഇതെന്തുവാടാ കാണാൻ കൊള്ളാല്. ഇത് കണ്ടിട്ട് അതൊരു വെടി വയ്ക്കുമ്പോൾ നല്ല സാധനം പോലെ ഉണ്ട്. നീ നമുക്ക് നമ്മൾ ഫസ്റ്റ് കൊടുക്കുന്ന പറഞ്ഞാൽ ഒരു വീട് കെട്ടുക, ഹൗസ്. അങ്ങോട്ട് പ്ലെയിൻസ് ആണെന്ന് തോന്നുന്നുണ്ട്. നമുക്കൊന്ന് നോക്കാം. ഇവിടെ അതിന് മുമ്പേ ഇവിടെ കുറച്ച് സ്റ്റോൺസ് ഒക്കെ ഇരിപ്പുണ്ട്. നമുക്ക് പൊട്ടിച്ചെടുക്കാം. എന്തുവാണ് കാണിക്കുന്നത്? ഞാൻ ഇവിടെ നിന്ന് കുറച്ച് സ്റ്റോൺസ് ഒക്കെ ഒന്ന് മെയിൻ ചെയ്തെടുത്തിട്ട് നിങ്ങൾ അപ്ഡേറ്റ് ചെയ്യാം. ഓ കോള് ഇതെനിക്കണം. കോളെ ഇവിടെ നിന്ന് മെയിൻ ചെയ്തെടുക്കാം. മുഴുവൻ മറ്റും എനിക്ക് അറിയത്തില്ല. കാരണം ഗ്യാസിന്റെ പാതി എടുത്തായിട്ടുണ്ട്. ഇപ്പൊ നമുക്ക് പാതി പൊട്ടിച്ചെടുത്താൽ പോലെ. പാതി മതി. ഇപ്പോഴത്തേക്ക് പാതി മതി നമുക്ക്. ഇനി മുന്നോട്ടുള്ള കളിയിൽ നമുക്ക് ഇവിടെയൊക്കെ വരാം. ഇവിടുത്തെ ഇതൊക്കെ ബ്ലോക്ക് ഉണ്ടായിരുന്നു. കൂടാ പത്തിടാ, ഇവിടെ ഡോഗ് ഉണ്ടോ? ഒരു ആക്സ്, ഒരു വീക്കാക്സ് മതിയാവും. ഇവിടെയെങ്കിലും ഒരു ഷീപ്പിനെ കണ്ട പിടിച്ചു. ഇവിടെ ഷീപ്പിനെ തോലിടണം. മറ്റേ ഡോഗ് തീർത്തോന്നിരിക്കാം. അപ്പൊ വേറെ ഷീപ്പിന്റെ ഇവിടെ കാണേണ്ടതാണ്. ഞങ്ങൾ എടുത്തേക്കാം. ഫുഡിന്റെ ആവശ്യം കുറെ ഉണ്ട്. നല്ല രീതിക്ക് തന്നെ ഫുഡ് നമുക്ക് വേണം. റേഞ്ച് ആയതുകൊണ്ട് ഇവിടെ ഷീപ്പ് കാണും. നീ എന്നെ ഫുഡാവും. അപ്പൊ നീ ഇങ്ങോട്ട് എന്റെ കൂടെ വരണം. ഇല്ല, അവന്മാരിപ്പുണ്ടാവും. അവന്മാരെ വർഷത്തിൽ നമ്മൾ കൊന്നെങ്കിൽ അടുത്ത വർഷം ജീവിക്കട്ടെ. അതായിരിക്കുന്നു. അവിടെ ഷീപ്പൊന്നുമില്ലേ? എന്തോ ഒരു ഷീപ്പിരിക്കുന്നു. നമുക്ക് എന്തുള്ള ടാപ്പ് ഓപ്പൺ സെറ്റ്. തൊട്ടില്ലെങ്കിൽ അത് അവിടെ നിന്ന് മാറൂല. ഓക്കെ, തൊട്ട് അതുണ്ടാവും, മാറി അവിടെ നിന്ന്. ഓക്കെ, 2 കൂടെ. ഇനി ഒരു വൂളും കൂടി, ഒറ്റ ഓടിയാണ്. ഞാൻ ഇപ്പൊ ഇനിയില്ല തിരിയാണ്ട് ഓടിയിരുന്നെങ്കിൽ എനിക്കിപ്പോ ഈ വൂള് കിട്ടായിരുന്നു. ഇത്രയാകുമ്പോ ഞാൻ ചത്തു പോകും. എന്റെ പൊന്നു നമുക്കിതൊരു ബെഡ് ക്രാഫ്റ്റ് ചെയ്യാം. ഒരു ബെഡ് ക്രാഫ്റ്റ് ചെയ്തു. ഓക്കെ, ഇത് കൊണ്ടൊന്ന് പൊട്ടിച്ചെടുക്കാം. ഇനി എന്റെ യാത്ര വില്ലേജാണ്. അപ്പൊ ഞാൻ വില്ലേജ് കണ്ടുപിടിച്ചിട്ട് നിങ്ങളെ അപ്ഡേറ്റ് ചെയ്യാം. അതുകൊണ്ട് അങ്ങനെ ഞാൻ ഇന്നുവരെ ഓടി
വന്നതിന്റെ കാരണം ഈ ഒരു സംഭവം കണ്ടിട്ടാണ്. ഇതാണ് ഒരു വില്ലേജിന്റെ ഹൗസ് പോലെ തോന്നൂലേ. ദൂരെ നിന്ന് കാണുമ്പോ കറക്റ്റ് ഹൗസ് പോലെയാണ്. ഓ ഫ്രണ്ട് ഹോട്ടല് അവിടെ തന്നെ കൂട്ടിരിക്കണം. ഞാൻ അവിടെ നിന്ന് പോട്ടെ. അവിടെ എന്തെങ്കിലും കിട്ടുമെന്ന് അറിയില്ല. നമ്മള് ഓടിയിട്ട് കുറെ നേരമായിട്ട് ഇതുവരെയായിട്ട് നമുക്ക് കിട്ടിയില്ല കേട്ടാ. വില്ലേജ് തപ്പി കുറെ നേരമായി, പക്ഷെ അത് എനിക്ക് കിട്ടിയില്ല. ശേഷമില്ല, നമ്മളത് കണ്ടുപിടിക്കും. ഇനിയിപ്പോ നമുക്ക് വില്ലേജ് വിടാം. ഇനി നമുക്കൊരു വീടുണ്ടാക്കണം ഇവിടെ. നമുക്കൊരു വീടുണ്ടാക്കാം. ജസ്റ്റ് ഇതേ ഉണ്ടാക്കും. ഒരു ഗോൾഡൻ ആപ്പിള് 25 ചെയ്ത് 3 ഒബ്സീഡിയൻ, ഒരു ലോഡ് സ്റ്റോണ്, ഒരു വില്ലേജ് സ്റ്റീൽ. ഓക്കെ, ഇവിടത്തെ കോറങ്ങനെ കഴിഞ്ഞു. നമുക്ക് നമുക്ക് അങ്ങോട്ടൊന്ന് പോയി നോക്കാം. അവിടെ വില്ലേജ് കിട്ടണമെന്നാണ് എന്റെ പ്രാർത്ഥന. മറ്റുള്ള യൂട്യൂബേഴ്സ് എല്ലാം വില്ലേജ് കിട്ടും മുമ്പേ അത് വീട് കിട്ടായിരിക്കും, പക്ഷെ ഞാൻ വില്ലേജ് കിട്ടിയേ വീട് കിട്ടുള്ളൂ. അതൊരു സിമ്പിൾ ട്രിക്കിന് വേണ്ടിയിട്ടാണ്. അതാകുമ്പോ നമുക്ക് വല്ല ദൂരെ നമുക്ക് ഓടേണ്ട ആവശ്യമില്ല, തൊട്ട് അടുത്തിനെല്ലാം കിട്ടും. ഓക്കെ, അപ്പൊ അങ്ങോട്ട് പോയി വില്ലേജ് ഇട്ട് നോക്കട്ടെ. എത്ര ഓടിയിട്ടും ഇവിടെ ഒരു വീട് കിട്ടുന്നില്ല. അപ്പൊ പിന്നെ നമുക്ക് മറ്റേ വില്ലേജ് കിട്ടുന്നില്ല. അപ്പൊ നമുക്ക് ഇവിടെ തന്നെ ഒരു വീട് കിട്ടുക. ഈ സ്ഥലം എനിക്ക് ഇഷ്ടപ്പെട്ടു, കാരണം എന്താ ഇവിടെ ഈ കൊള്ളമുണ്ട്. അപ്പം ഞാൻ ഇവിടെ നിന്ന് വീടുണ്ടാക്കാനുള്ള കുറച്ച് സാധനമൊക്കെ ഒപ്പിച്ചിട്ട് നിങ്ങൾ അപ്ഡേറ്റ് ചെയ്യാം. നമുക്ക് ക്രാഫ്റ്റിംഗ് ടേബിൾ ഇവിടെയും പ്ലേസ് ചെയ്യാം. എന്നിട്ട് ഇത് കയറി കുറച്ച് ഫർണൈസ്, ഒരു 4 ഫർണൈസ് ക്രാഫ്റ്റ് ചെയ്യാം. അത് നിർത്തി വെക്കാം. എന്നിട്ട് നമ്മുടെ ബെഡ് ഉണ്ടാക്കുന്ന അത്രയും ആ സമയം വരെ നമ്മുടെ ബെഡ് ഇവിടെ വെച്ചേക്കാം. ഓക്കെ, ഞാൻ പിന്നെ ഏകദേശം ഞാൻ ഒരു 32 ഇതും 32 തന്നെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഇത് നമുക്കൊന്ന് ഡിവൈഡ് ചെയ്ത് വെച്ചെടുക്കും. ഇവിടെ 2 കോള്, ഇവിടെ 2 കോള്, ഇവിടെ 2 കോള്, ഇവിടെ 1, ഇവിടെ 1, ഈ സാപ്ലിങ് ഇവിടെ. ഓക്കെ, സെറ്റാക്കി നമ്മൾ വീടുണ്ടാക്കാൻ പോണത് ഈ ഒരു ഏരിയയിലാണ്. അപ്പൊ നമുക്ക് ഇവിടെ ഒന്ന് ക്ലിയർ ചെയ്തിടണം. ഇപ്പൊ ക്ലിയർ ചെയ്യണ്ട, ഇപ്പൊ നമുക്കൊന്ന് വീട് വെച്ചാൽ മതി. നമുക്ക് വീടൊന്ന് വെച്ചിട്ട് ഈ ഒരു വീട് ക്ലിയർ ചെയ്തെടുക്കാം. ഇരിക്കുന്ന ഫുഡ് ഇതൊരെണ്ണം ഇവിടെ എടുത്തിട്ട് ഈ ഒരു സൈഡിലോട്ട് വന്ന് വെള്ളത്തിന്റെ അത്ര ഇത് അടുത്തോട്ട് വേണ്ട, നമുക്ക് ഈ ഒരു സ്ഥലത്ത് നോക്കാം. അപ്പൊ ഇവിടെ നിന്ന് 2, ഇവിടെ 3 വെച്ച്, ഇവിടെ നിന്ന് 2, 3, 4 ബ്ലോക്ക് ഇവിടെ വന്നിട്ട് 1, 2, 3. ഓക്കെ, അത് കഴിഞ്ഞ് നമുക്ക് ഇവിടെ എത്രയാക്കി, ഇവിടെ നിന്ന് അങ്ങോട്ട് 5 ബ്ലോക്ക്, 6 ബ്ലോക്ക്, 2, 3, 4, 5, 6. ആറാമത്തെ ബ്ലോക്കിലാണ് 3 ബ്ലോക്ക്. ഇനി അങ്ങോട്ട് 1, 2, 3, 4, 5, 2, 3. അപ്പൊ ഇങ്ങനൊരു ഇത് ബ്ലാക്ക് കിട്ടും. അതില് നമുക്ക് ഇവിടെ ഒന്നുകൂടി വെച്ച് കൊടുക്കാം. ശരി, ഈ സൈഡിൽ ഇത് നമുക്ക് ചായം. ഓക്കെ, ഇപ്പൊ ഇങ്ങനൊരാള് ഇവിടെ നിന്ന് ഇവിടെ ഒരു ഡോർ പ്ലേസ്, ഇവിടെ ഒരു ഡോർ വെക്കണം, ഇവിടെ ഒരു ഡോർ വെക്കാം. ഇവിടെ നിന്ന് ഇങ്ങോട്ട് 3, ഇങ്ങനെ 3, ഇവിടെ നിന്ന് 3 ബ്ലോക്ക്, 2, 3 ലാസ്റ്റ് ബ്ലോക്കിന് മേലോട്ട് 3. ഇതവിടെ നമ്മൾ ചായണം. ഇനി ഇവിടെ നിന്ന് 1, 2, 3, 4, നാലാമത്തെ ഇവിടെ 3. ഈ തടിയിലോട്ട് അങ്ങോട്ട് വന്നിട്ട് 1, 2, 3, 4. നാലാമത്തെ ബ്ലോക്കിന്റെ അവിടെ നിന്ന് 3 മേലോട്ട്. ഇനി 1, 2, 3, 4, 5. അഞ്ചാമത്തെ ബ്ലോക്കിന്റെ അവിടെ നിന്ന് മേലോട്ട് 3. ഇതാണ് നമ്മുടെ വീടിന്റെ ഒരു ഔട്ട്ലുക്ക് എന്ന് പറയുന്നത്. ഓക്കെ, നമുക്ക് മറ്റേ സ്പ്രൂസ് സാപ്ലിംഗ് കൂടി കിട്ടിയിട്ട് നമ്മൾ ഒന്നും കൂടി സെറ്റാക്കി എടുക്കുന്നത്.
അത് സ്റ്റാർട്ടർ പൈസ മതിയാ. ഇപ്പോഴത്തേക്കും സ്റ്റാർട്ടർ പൈസ പോരെ. കുഴപ്പമില്ല, ഇത് മുഴുവൻ നമുക്ക് സ്ട്രിപ്പ് ചെയ്യാം. സ്ട്രിപ്പ് ചെയ്തിട്ട് അല്ലെങ്കിൽ ഒരു കാര്യം ചെയ്യാം, ഞാൻ വീടൊന്ന് ഉണ്ടാക്കി കഴിഞ്ഞിട്ട് നിങ്ങളെ ഫൈനലി ഒരു വീഡിയോ കാണിച്ചു തരാം. ക്യാപ്പൊന്നും കിട്ടിയില്ലാത്തതുകൊണ്ട് ഞാൻ എൻ്റെ പറ്റുന്ന രീതിക്ക് ഞാൻ വീട് മുഴുവൻ ഒന്ന് ചുട്ടിക്കറങ്ങി കാണിച്ചില്ല. അപ്പൊ ഞാൻ വീടുണ്ടാക്കിക്കോട്ടെ. ഓക്കെ. അപ്പം നമ്മുടെ വീട് കഴിഞ്ഞിട്ടുണ്ട്. നമ്മളിപ്പോ ചെറിയൊരു ഇതായിട്ടാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. ഇനി ഇത് നമുക്കൊരു നമ്മുടെ ലെവല് കൂടുന്തോറും നമ്മളിത് വലുതാക്കി വരും. സോ അപ്പൊ നമ്മുടെ അടുത്ത വീഡിയോ, അപ്പൊ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പൊ എന്റെ എപ്പിസോഡ് 2 പെട്ടെന്ന് തന്നെ വരുന്നതായിരിക്കും. അപ്പൊ ഇന്നത്തെ വീഡിയോ ഇതിന്റെ